കോഴിക്കോട് നോർത്തിൽ വികസന മുരടിപ്പെന്ന് ബി.ജെ.പി. സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്. വർഷങ്ങളോളം ഇടതുപക്ഷം ഭരിച്ചിട്ടും മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ല. ഒരു നല്ല ടോയ്ലറ്റ് പോലും മണ്ഡലത്തിൽ എവിടെയും കാണാനില്ല. അതിദരിദ്രർ ഇല്ലെന്നത് ഫ്ലക്സ് ബോർഡുകളിൽ മാത്രമാണെന്നും നവ്യ. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് രാവിലെ തന്നെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ ഹനുമാൻ കോവിലിൽ വന്ന് ദർശനം നടത്താറുണ്ടോ? ശനിയാഴ്ചകളിൽ. എല്ലാ ശനിയാഴ്ചകളും. വിഘ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി നാളികേരം ഉടയ്ക്കുന്നതൊക്കെ കണ്ടു. പൊട്ടിയോ ശരിക്കും? ശരിക്കും പൊട്ടി. അപ്പോൾ സീറ്റ് ഉറപ്പിക്കാവോ? സീറ്റ് ഉറപ്പിക്കണം. കഴിഞ്ഞൊരു 4 ടൈമായിട്ട് LDF തന്നെ തുടർച്ചയായി ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റാണിത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, പ്രചരണ വിഷയങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ നോക്കുമ്പോൾ കാരപ്പറമ്പ് വാർഡ് എന്ന് പറയുന്നതും ഇതുപോലെ കുത്തക സീറ്റായിരുന്നു. 2015 ഞങ്ങൾ പിടിച്ചെടുത്തതാണ്. 15-ലും 20-ലും 25-ലും വളരെയധികം ഭൂരിപക്ഷത്തോടു കൂടിയാണ് ആ കാരപ്പറമ്പ് സീറ്റ് നിലനിർത്തിയിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ ചുറ്റുപാടുമുള്ള സീറ്റുകളെല്ലാം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പമാണ്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ 7 കൗൺസിലർമാരാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് കുത്തക സീറ്റുകൾ എന്നുള്ള കാഴ്ചപ്പാടൊക്കെ മുൻപായിരുന്നു. സ്ത്രീ വോട്ടർമാരാണ് ഈ മണ്ഡലത്തിൽ കൂടുതലുള്ളത്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വനിത എന്ന നിലയ്ക്ക് അവരിലേക്ക് ഇറങ്ങുമ്പോൾ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അധികാരത്തിൽ വരുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ചോദിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നോർത്ത് മണ്ഡലത്തിൽ നമുക്കൊരു ശുചിമുറി, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായില്ലേ. ഇന്ന് വരെ സ്ത്രീകൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിറവേറ്റാനുള്ളൊരു സാഹചര്യവും നമ്മുടെ നഗരത്തിലില്ല. അതൊരു സ്ത്രീ ഒരു MLA ആയി വന്നെങ്കിൽ മാത്രമേ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ കോളനികൾ പോലെ അല്ലെങ്കിൽ ഉന്നതികൾ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് ഇപ്പോഴും പലപ്പോഴും ഈ കുടിവെള്ളം കിട്ടാത്ത പ്രശ്നം ഒരു വലിയ കാര്യമാണത്. അതെ, ഞാൻ ഇന്നലെയും പോയിരുന്നു. അതിദാരിദ്ര്യരില്ലാത്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. കാട്ടുവയൽ കോളനിയിൽ ഞാൻ ഇന്നലെ സന്ദർശിച്ചു. അവിടുത്തെ അവസ്ഥ എന്താണ്? അവിടെ എത്ര ബേസിക് നീഡുകൾ പോലും മീറ്റ് ചെയ്യാൻ സാധിക്കാത്ത നിരവധി ആളുകളാണ് ആ കോളനിയിലുള്ളത്. മറ്റു പല കോളനികളും നമുക്കറിയാം, കോട്ടുള്ളിയുള്ള കോളനികളൊക്കെ ഇതിന് മുൻപും സന്ദർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ വിഭാഗത്തെയൊക്കെ പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് LDF സർക്കാർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റം വേണം എന്നുള്ള കാര്യത്തിലേക്ക് എത്തിക്കൊണ്ട് ആ മാറ്റം എത്തണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരണം എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏതായാലും തൊട്ടത്തിൽ രവീന്ദ്രനോടും K. ജയന്തിനോടുമൊക്കെയാണ് നവ്യ ഹരിദാസിന്റെ പോരാട്ടം. വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.